സന്തോഷത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മൃത്യുവിൻ്റെയും ഗന്ധങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. എഴുത്തുകാരനെടുക്കുന്ന സ്വാതന്ത്ര്യം ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഗന്ധങ്ങൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്താൻ. Our sense of logic revolts. We say this is absolute nonsense. നമുക്കെല്ലാം അറിയാം ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. പക്ഷേ എന്നാൽ പോലും അവ ഉപയോഗിക്കുന്നത് വഴി എഴുത്തുകാരൻ ഒരു പ്രത്യേക അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടാക്കുകയാണ്. പുറംകാഴ്ചകൾക്കപ്പുറം ഒരു സ്ഥലത്തിനെ എങ്ങനെ സമീപിക്കണം, ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയാണ് എഴുത്തുകാരൻ സൃഷ്ടിക്കുന്നത്. കാരണം എഴുത്തുകാരനറിയാം ആ അയുക്തി കൊണ്ട് മാത്രമേ ആ സ്ഥലം പൂർണ്ണമാവൂ. ആ സ്ഥലത്തിൻ്റെ ഒരു സ്വത്വമുണ്ട്. അത് പൂർണ്ണമാവണമെങ്കിൽ, അത് വാക്കുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അത് വായനക്കാരിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ ഈ ഒരു അയുക്തി കൂടിയേ തീരൂ. യുക്തിയുടെ കണ്ണ് തുറന്നു തന്നിരിക്കും. ബട്ട് ദി റൈറ്റർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്മെൽസ് മേ സ്മഗിൾ ഇൻ ഡീപ് തോട്ട്സ് ആൻഡ് മൂഡ്സ്. പുറത്ത് പാറാവ് നിൽക്കുന്ന യുക്തി കാണുക പോലുമില്ല. എഴുത്തുകാരൻ വായനക്കാരൻ്റെ ഉള്ളിലേക്ക് ഗന്ധങ്ങളുടെ സഹായം ഉപയോഗിച്ച് ശരവേഗത്തിൽ കടത്തിവിടുന്ന ഇത്തരം ഉൾക്കാഴ്ചകൾ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ലോജിക്കിൻ്റെ തടവറയുണ്ട്, അതിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കുക എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതെൻ്റെ വളരെ പ്രൈവറ്റായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്ന ഒരു ഗന്ധവും ആ ഗന്ധം ഉണർത്തുന്ന ഓർമ്മയുമാണ്. ഇതിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ചോദ്യം. ഇത് തന്നെയാണ് എൻ്റെ സുഹൃത്ത് പരേഷും ചോദിച്ചൊരു കാര്യം. അതായത് നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗന്ധം, ആ ഗന്ധം ഉണർത്തുന്ന ഒരു പക്ഷേ മലയാളിക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവന് മാത്രം ഇങ്ങനെ ഉണരുന്ന ഒരു ഓർമ്മ. ഇതെങ്ങനെയാണ് നമ്മുടെ ആ കൾച്ചർസ്കേപ്പിന് പുറത്തുള്ള ഒരാൾ വായിക്കുമ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ആ ചോദ്യം. മാത്രമല്ല ആ ഒരു ഗന്ധവും ഓർമ്മയും തമ്മിലുള്ളൊരു കണക്ഷൻ അത് വളരെ ഇൻറ്റൻസ്ലി പ്രൈവറ്റ് ആണെങ്കിലോ, എനിക്ക് മാത്രം തോന്നുന്നൊരു കാര്യമാണെങ്കിലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിജി എന്ന കുട്ടി എഴുതിയിരുന്നു. നിജിക്ക് പാലപ്പൂവിൻ്റെ ഗന്ധം, പാലപ്പൂവിൻ്റെ വാസന വൃശ്ചിക രാത്രികളിലെ അയ്യപ്പന്മാരുടെ ശരണം വിളികളുമായിട്ട് കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. അതാണ് നിജിയുടെ ഓർമ്മ, ബാല്യകാല സ്മരണ. അപ്പോൾ ഇന്ന് നിജിക്ക് ആ ഒരു ഗന്ധം കിട്ടുകയാണെങ്കിൽ, പാലപ്പൂവിൻ്റെ വാസന നിജിക്ക് കിട്ടുകയാണെങ്കിൽ, നിജി ആ നിമിഷം ഓർക്കുന്നത് ശരണം വിളികളാണ്, അയ്യപ്പന്മാരുടെ വൃശ്ചിക രാത്രികളിലെ അയ്യപ്പന്മാരുടെ ശരണം വിളികളാണ്. അത് നിജിയുടെ മാത്രം ഓർമ്മയാണ്, അതെൻ്റേതല്ല. പക്ഷേ ഞാൻ നിജി എഴുതിയിരിക്കുന്നത് വായിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു സിനാപ്റ്റിക് കണക്ഷൻ, അതുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് എഴുത്തിൻ്റെ ശക്തി, വാക്കുകളുടെ ശക്തി. ഇതുപോലെ വളരെ സ്വകാര്യമായ ചില കണക്ഷൻസ് നമുക്കുമുണ്ട്. മറ്റുള്ളവരത് അംഗീകരിക്കുമോ എന്ന് ഭയന്ന്, മറ്റുള്ളവർ നമുക്ക് വട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയുമോ എന്ന് ഭയന്ന് നമ്മളതൊക്കെ ഇങ്ങനെ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് നമ്മൾ എഴുത്തുകാരല്ലാതെ തുടരുകയാണ്. The bold takes the chair, settles down and tells us what he feels. And he goes on to become a writer. എൻ്റെ വീടിനടുത്താണ് ഉപ്പിലാമൂട് പാലം. അതിനടുത്ത് എവിടെയോ ഒരു മരമുണ്ട്. അത് ചില കാലങ്ങളിൽ പൂക്കും. ഞാൻ ഇന്ന് വരെ ആ മരം കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ഗന്ധം എനിക്കറിയാം. രാത്രിയൊക്കെ ബൈക്ക് ഓടിച്ച് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ രൂക്ഷഗന്ധം ഇങ്ങനെ മൂക്കിലിങ്ങനെ തുളഞ്ഞു കയറുന്നത്. എനിക്ക് അനുഭവപ്പെടുന്നത് സെമൻ്റെ ഗന്ധമാണ്, റേതസിൻ്റെ ഗന്ധം, തീക്ഷ്ണ ഗന്ധമാണ്. അപ്പോൾ ഇങ്ങനെ മൂക്ക് ചുളിച്ചാണ് ബൈക്ക് ഓടിച്ച് രാത്രിയൊക്കെ വരുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ ഒരുപാട് കാടുകളിലൊക്കെ പോയിട്ടുള്ളതാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു മണമുള്ള ഒരു മരം ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാനത് അനുഭവിച്ചിട്ടുമില്ല മറ്റെങ്ങ് വെച്ച്. ഐ നീഡ് എ സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പം ചിലപ്പോഴൊക്കെ ബൈക്കിൻ്റെ ബാക്കിലിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കും, നിനക്കിങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ആണോ എന്നാണ് വളരെ ആശ്ചര്യത്തോട് തിരിച്ച് ചോദിക്കുന്നത്. ബട്ട് ഐ നോ വൺ തിങ്, ഇതൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. മൈ ഓൾഫാക്ടറി സെൻസ് ടേക്സ് ഇറ്റ് ലൈക്ക് ദാറ്റ്, ഇൻ്റർപ്രറ്റ്സ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അത് ഞാൻ എന്തെങ്കിലും എൻ്റെ എഴുത്തിൽ കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ കരുതുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, നമുക്ക് തോന്നുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് എങ്ങനെ ബാധകമാവും എന്ന് ചിന്തിച്ചാൽ ഈ ലോകത്ത് പിന്നെ സാഹിത്യമുണ്ടാകുമോ? ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ എഴുത്തിലേക്ക് പോൺസ് പൗഡറിൻ്റെ ഗന്ധം, അതിൻ്റെ ആ വാസന നിലച്ചു പോയ പ്രണയ ഘടികാരത്തെ തൊട്ടുണർത്തും എന്നാണ് ഒരു എഴുത്തുകാരി എഴുതിയിരിക്കുന്നത്, ജാനകി.
എത്ര മനോഹരമായ തൊട്ടുണർത്തലാണത്, എത്ര വേറിട്ടത്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോൺസ് പൗഡറിൻ്റെ ഗന്ധത്തിന് പുതിയൊരർത്ഥം, പുതിയൊരു തലം ജനിക്കുകയാണ്, പുതിയൊരു ലെയർ ജനിക്കുകയാണ് നമ്മൾ വായനക്കാരുടെ ഉള്ളിൽ. ഈ ഒരു ആത്മവിശ്വാസമാണ് എഴുത്തുകാരൻ നേടിയെടുക്കേണ്ടത്. പുറത്ത് കാവൽ നിൽക്കുന്ന യുക്തി പകച്ചു തന്നെ നിൽപ്പുണ്ടാവും, അകത്തെന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവാതെ. ലോകത്തെ കണ്ട് എഴുതിയതല്ല നമ്മുടെ സാഹിത്യത്തിലെ ബഹുഭൂരിപക്ഷം കൃതികളും. എല്ലാ എഴുത്തുകാരും അവരുടെ ദേശത്തിൻ്റെ, കാലത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, സമൂഹത്തിൻ്റെ തടവറയിൽ നിന്ന് തന്നെയാണ് ഒക്കെ പടുത്തുയർത്തിയത്. അവരുടെ ചുറ്റുപാടുകൾ തന്നെയാണ് അവരുടെ കഥാപരിസരം. അവർ പറയുന്ന കഥ, പറയുന്ന രീതി ഉത്കൃഷ്ടമായാൽ ഭൂഖണ്ഡങ്ങൾ താണ്ടി അവർ വരും. വായനക്കാർ അവൻ എഴുത്തിൽ കൊണ്ടുവന്ന ചിത്രങ്ങളുടെയും ഗന്ധങ്ങളുടെയും മിത്തുകളുടെയും സംസ്കാരങ്ങളുടെയും അർത്ഥം തേടി, സ്വത്തും തേടി. കഥയിൽ എവിടെയാണ്, എപ്പോഴാണ് ഈ ഗന്ധങ്ങൾ കൊണ്ടുവരേണ്ടത്? എഴുത്തുകാരെ വിഷമിപ്പിക്കുന്ന ചോദ്യമാണ്. ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ കഥാപാത്രം പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തിനെ അടയാളപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയും സാധാരണ എഴുത്തുകാർ ഗന്ധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആ ഗന്ധം നമ്മുടെ കഥാപാത്രത്തിനെ പോയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. I will tell you about a technique that writers use to bring more layers to your character. നമുക്കറിയാം, നല്ല ഗന്ധം നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. അതൊരു ദുർഗന്ധമാണെങ്കിൽ അങ്ങനെയുള്ള വിഷമിപ്പിക്കുന്ന ആ കാലത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഇനി ഇതിനെ ഒന്ന് അപ്സെറ്റ് ചെയ്ത് നോക്ക്. അതായത് നമുക്കറിയാം, റോസാപ്പൂവിൻ്റെ ഗന്ധം, പനിനീർ പൂവിൻ്റെ ഗന്ധം, അതൊരു പ്ലസൻറ്റ് സ്മെല്ലാണ് ഭൂരിപക്ഷം ആൾക്കാർക്ക്. ഇപ്പം നമ്മുടെ ഒരു കഥാപാത്രം വന്നിട്ട് ഒരു പനിനീർ പൂവെടുത്ത് അതൊന്ന് മണപ്പിച്ച് നോക്കുകയാണ്, എന്നിട്ട് അവരൊന്ന് പൊട്ടിക്കരയുകയാണ്. സഡൻലി ന്യൂ ബാക്ക് സ്റ്റോറി ബലൂൺസ് ബിഫോർ ദി ഐസ് ഓഫ് ദ റീഡർ. പെട്ടെന്ന് അവിടെ വേറെ ഒരുപാട് തലങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മൾ ചോദിക്കും, എന്ത് പറ്റി? അതുപോലെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഓരോ ഗന്ധവും ഒരു വിളിച്ചു പറയലാണ്. ഒരു സ്വഭാവത്തിൻ്റെ, ഒരു ജീവിത രീതിയുടെ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു കഥാപാത്രമല്ലേ, ഒരു മണം കൊടുത്ത് കളയാമെന്ന് കരുതി ഏതെങ്കിലും ഒരു പൗഡർ എടുത്ത് തട്ടിയിടരുത്, അല്ലെങ്കിൽ ഈ കൊളോണിൽ കുളിപ്പിച്ച് നിങ്ങളെ കുളമാക്കരുത്. തൂകേണ്ടത് കൃത്യമായ ഗന്ധമാണ്, ദ പ്രിസൈസ് സ്മെൽ. അയാളെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ, ആ ദേശത്തെ വായനക്കാരൻ എങ്ങനെ കാണണമോ അതിന് ഉതകുന്ന ഗന്ധം. അത് ചിലപ്പോൾ ഒരു ഗന്ധമാവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ഗന്ധങ്ങളാവാം, അല്ലെങ്കിൽ ഗന്ധമില്ലായ്മയുമാവാം. പക്ഷേ അത് നിങ്ങൾ എടുത്ത് പറയണമെന്ന് മാത്രം.